അപ്പം നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നമ്മുടെ ബായ് ഡ്രസ്സ് തുണി കാണുമ്പല്ലേ പ്രിയ എങ്ങനെ ഹായ്. പിന്നെ രാവിലെ തന്നെ കുക്കിങ്ങിന്റെ പരിപാടി എത്തിയിട്ടില്ലത്. അപ്പൊ കൊറേ ദിവസമായി പഴത്തിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പഴം കൊണ്ടുവന്നിട്ട് 2-3 പ്രാവശ്യം നമ്മള് കഴിച്ചു തീർത്തു. എന്നിട്ടും വീഡിയോ പിടിച്ചിട്ടില്ല. 2-3 ദിവസമായി ഞാൻ കൊണ്ടുവന്നത് തന്നെയാണ്. ഇവള് ഒരു റെസിപ്പി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസം റെസിപ്പിയാണ്. അപ്പൊ അത് ഞാൻ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് പഴം കൊണ്ടുവന്നു, പഴം കറുത്തു പോന്ന് നമ്മള് കഴിക്കുന്നു. അങ്ങനെ 3 ദിവസമായി. ഇന്നിപ്പോ ഇത് കയ്യോടെ ഏതായാലും ഞാൻ വിചാരിച്ചു ബാക്കി ഒരു 3-4 പഴം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും അത് പിടിക്കാറില്ല രീതിയിൽ രാവിലെ നമ്മള് സാധനങ്ങളെല്ലാം റെഡിയാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ തുടങ്ങിയാലേ തുടങ്ങുകയും ചെയ്യൂ. ഇന്നലെ വിചാരിച്ചു വൈകുന്നേരം ആകുമ്പോ എടുക്കാന്നല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബിസി ആയി തിരക്കായി വേറെ എന്തെങ്കിലും വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിംഗും കാര്യങ്ങളിലായി പിന്നെ നമുക്കത് വിട്ടുപോകുന്നല്ലേ. അതെ, അത് ഇന്ന് മനസ്സിലായി. ഈ 2 ദിവസം കൊണ്ട് മനസ്സിലായി. രാവിലെ കുക്കിംഗ് പിടിച്ചെങ്കിലേ ഇല്ല. രാവിലെ നമ്മ കുക്കിങ്ങിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ശരിയായിക്കൊണ്ടിരിക്കും ഇവള്. വൈകുന്നേരമോ നിങ്ങളെ കൊണ്ടാന്ന് എനക്ക് എന്റെ കാര്യം ചില ഇവക്ക് കുക്കിംഗ് ചെയ്തില്ലെങ്കിൽ അല്ല എന്തോ ഒന്നും ചെയ്യാത്ത പോലെ അല്ലെ. നമ്മള് തുടങ്ങിയതേ കുക്കിങ്ങിലായോണ്ട് അത് ഒരു ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഫ്രീ ആയ പോലെയാണ്. പിന്നെ വലിയ ടെൻഷൻ ഇല്ല നമുക്ക്. അപ്പൊ ഇന്ന് മണിക്കൂറിന് മേതുവല്ലോ സ്കൂളിൽ പോയി. പിന്നെ രാവിലെ തന്നെ നമ്മുടെ അതിഥികൾ ഇന്നും എത്തിയിട്ടുണ്ടായിനെ. കുറച്ച് ദിവസമായല്ലേ ഞാൻ ഉണ്ടായില്ല. ഞാൻ രാവിലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ന് രാവിലെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം 2-3 ദിവസം അടുപ്പിച്ച് വന്നിട്ട് ഇന്ന് എന്തേനില്ല നോക്കിക്കൊണ്ടിരിക്കുമ്പോ മണിക്കൂട്ടിനെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നതിന്റെ അടുത്ത്. അപ്പോഴത്തേക്ക് രണ്ടും വന്നിട്ട് അതിന് വേണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോയി. അതോ പോയി പുറത്ത് ഞാൻ വിചാരിച്ചു പോയിന്നേ. കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് അടിച്ചു വരുമ്പോണ്ട് എന്തോ ഒരു സാധനം പറന്ന് വരുന്ന ഒരൊച്ച കേൾക്കുന്നു. ഷീറ്റിന്റെ മുകളിൽ ഒന്ന് പോയി, ഒന്ന് ജനലിന്റെ അടുത്തേക്ക് വന്നു. ഹെലികോപ്റ്ററെല്ലാം വീണോലത്തെ ഒരൊച്ചയാണ്. ഭൂന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അങ്ങനെ നമ്മളെ റെസിപ്പിയിലേക്ക് പോവാല്ലേ. അതെ, ഏതായാലും രാവിലെ തന്നെ ഈ ഒരു പരിപാടി തീർക്കട്ടെ. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. കാരണം ഒന്ന് പുറത്തേക്ക് പോകണം. പിന്നെ നമുക്ക് പുറത്തേക്ക് എന്ന് പറയുമ്പോ നരിക്കോട്ടേക്ക് പോകണം. അപ്പൊ ബീബിയുടെ വീട്ടിലവിടെ ടൈൽസിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം തീരാനായി. പിന്നെ ലോൻ വിളിച്ചപ്പം പറഞ്ഞു ഒന്ന് ജസ്റ്റ് അല്ലേ പോയിട്ടൊന്ന് നോക്കണം എന്നില്ലത്. കാരണം ടൈലോന് ഈ വീഡിയോയില് കാണുന്നില്ല. അച്ഛൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാണുന്നതാണ്. അപ്പൊ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഓൻ അയച്ചു കൊടുക്കണം. അപ്പൊ ഇത് വേഗം ഇപ്പന്നെ ആയി ഉച്ച. ഇനിയിപ്പൊ പോവാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ ഇത് തീർന്നു കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനെങ്കിലും പറ്റൂലോ. നടക്കല് വേറെ, പ്ലാൻ ചെയ്യാനെങ്കിലും പറ്റണമെങ്കിൽ ഇത് തീരണം. അപ്പൊ ഏതായാലും നമുക്ക് നിന്റെ പരിപാടികൾ വേണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. അതെ, ഏതാണ് ഇത്? സ്പെഷ്യൽ ആണോ ഇത്? ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള റെസിപ്പി. ലാലേട്ടന്റെ കോപ്പി അടിച്ചതാ? ലാലേട്ടൻ പറഞ്ഞു യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നമ്മുടെ ബായി കുറച്ച് ഡ്രസ്സും കൊണ്ട് വന്നിട്ടുണ്ട്. അടിപൊളി മെറ്റീരിയൽ ആണെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ പ്രിയ? ഞാൻ പറഞ്ഞു വേണ്ട, തുറന്നു കാണുമ്പോ പെണ്ണുങ്ങളല്ലേ അപ്പോൾ ഒരുപാട് പിന്നെ മെറ്റീരിयल ഉണ്ട്. है भाई? अच्छा क्वालिटी वाला है ना? अच्छा है, वॉश करके देखो, मुश्किल नहीं है भैया. कोई प्रॉब्लम हो तो इधर रिटर्न करो, पहले वॉश करके देखो, मुश्किल नहीं. അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ കൊണ്ട് തന്നെ അവന് നമ്മുടെ ഇവിടെ എക്സിബിഷന് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു, എക്സിബിഷനും കഴിഞ്ഞു, മറ്റേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം എക്സിബിഷന് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പം നല്ല മെറ്റീരിയലാണ്, ഇനി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവരെ ബിസിനസ് ട്രിക്ക് ആയിരിക്കാം അത്. പക്ഷെ എന്നാലും പ്രിയക്ക് 1-2 ഐറ്റം അതിൽ ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ അതിൽ നിന്ന് 2-3 കളർ പ്രിയക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഏതായാലും 2 വാങ്ങാൻ പോയി അല്ലേ പ്രിയ? 2 വാങ്ങിച്ചപ്പോ ഞാൻ എടുത്ത 2 ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷോളും വരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്ന് ഇത് റെഡ് എന്തായാലും എടുത്തിട്ട് മറ്റേത് ഇപ്പൊ മാറ്റണമെന്നില്ലേ. ഇപ്പൊ ഇവളെ സ്വഭാവം, ഒറിജിനൽ സ്വഭാവം വരാനും തുടങ്ങി. കൺഫ്യൂഷൻ. ഡ്രസ് തുണി കാണുമ്പല്ലേ പ്രിയ എങ്ങനെ ഏതെടുക്കണം ഇതൊന്നും അറിയില്ല. ഇനി വിടാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മള് ഹിന്ദി ബായി പോയി പ്രതീക്ഷിക്കാണ്ട് 2 ടോപ്പിന്റെ തുണി ഞാൻ എടുത്തു. സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെടില്ലല്ലോ സീനാട്ട. ഒന്നിക്ക് കളർ ഇഷ്ടപ്പെടൂല. ഇനി എത്ര പൈസേന്റെ തുണി എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്
കുറച്ചൊരു ടാസ്ക് ആണ്. ഇനിയിപ്പോ എന്നാന്നറിയില്ല, അവര് വന്ന് 2 സാധനം കാണിച്ചു, ഞാൻ എടുക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് കേട്ടോ, ഒന്ന് മറ്റേ റെഡ് ബ്ലാക്ക് കോംബോ. ഇത് എങ്ങനെയുണ്ട് തുണിന്നൊന്നും അറിയില്ല അല്ലേ? അല്ലേ ഇവര് പിന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ കണ്ണൂര് എക്സിബിഷന് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന തുണിയാണ്. അപ്പൊ അത് അങ്ങനെ അവര് പറഞ്ഞത്, അങ്ങനെ അവര് പറഞ്ഞു. അവര് ചിലപ്പോ അത് ബിസിനസ് എന്നാണ്, തന്ത്രമായിരിക്കാം. എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് ഈ കളർ കണ്ടിട്ട് ഇവക്ക് ഏതായാലും ആ കളർ തുണിന് മെറ്റീരിയൽ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ ആ കളറില് ആ മെറ്റീരിയൽ വലിയ മോശമില്ല. കാരണം അങ്ങനെ കളർ പോകുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നില്ല. ഫുള്ള് കോട്ടൺ ടൈപ്പ് ആണെന്നും തോന്നുന്നില്ല. കാണുമ്പോ ഒരു രസം കണ്ടു. അപ്പൊ ആദ്യം ഞാൻ വേറെ പിങ്കില് ബ്ലാക്ക് എടുത്തിന്. പിന്നെ റെഡ് കാണുമ്പോ അങ്ങ് മാറിപ്പോയിട്ട് റെഡില് ബ്ലാക്ക് എടുത്തോണ്ട് ഈ ഒരു ബ്ലൂല് പിങ്ക് എടുത്തു. എന്റെ മേതൂട്ടിയിൽ ഇഷ്ടപ്പെട്ട കളറാണ് ഇത്, പിങ്ക്. അപ്പൊ നമ്മളെ വീഡിയോ പരിപാടിയെല്ലാം തീർന്നു. നമ്മളിപ്പം നരിക്കോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു. അപ്പൊ വേഗം പോയിട്ട് വരണം, കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് മേതൂട്ടി എത്താനായല്ലേ. അപ്പൊ സ്കൂളിൽ നിന്നെല്ലാം ഒരു കുട്ടികളെല്ലാം വരും. അപ്പൊ അതിന് മുമ്പേ നമ്മ പോയിട്ട് അതെ വേഗം പോയിട്ട് എന്തായിന്നെല്ലാം നോക്കട്ടെ. അത് പോരായിട്ട് ഓനെ കുറെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്നെല്ലാം പറയുന്നത്. അപ്പൊ ഏതായാലും കൊറേ ദിവസമായി പറയും, നമുക്ക് സമയം കിട്ടാത്തോണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും ചെറിയൊരു സമയം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേഗം പോയിട്ട് നമുക്ക് വേഗം വരാം. അങ്ങനെ നരിക്കോടെത്തി വിവിന്റെ. അപ്പൊ അവന്റെ ടൈൽസിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആയി തോന്നുന്നല്ലേ ഒരുവിധം. അപ്പൊ നമുക്ക് ഉള്ളോട്ട് കയറി നോക്കാം. പണിതാ ഒരുവിധം ടൈൽസിന്റെ പണിയെല്ലാം ഓൾമോസ്റ്റ് ആയി തോന്നുന്നു. ഇതിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ അവന്. നമ്മള് മുകളിലേക്ക് എത്തി. അച്ഛനിടിയുണ്ട്. അച്ഛൻ നല്ല കുളിയെല്ലാം കഴിഞ്ഞ് ഷർട്ടെല്ലാം മാറ്റി വരുന്നല്ലേ ചാ? ഷർട്ടൊന്നും പോകുന്നില്ലല്ലോ ചാ. അതെയാ? ആടല്ലേ? പോയി വന്നതേ ഉള്ളൂ. ഇപ്പൊ പോയിട്ട് ഇവിടെ എത്തിയേ ഉള്ളൂ. അതെല്ലേ? നല്ല ഭക്ഷണം, നല്ല ഫുഡ്, നല്ല ഫുഡ് ഉണ്ടല്ലേ? ഇപ്പൊ അച്ഛൻ ഇടക്കിടക്ക് ഊട്ടുപ്രസാദമാണ്. ഇപ്പൊ 28 വരെ ഉണ്ട് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് പോകും. വലിയൊരു വിഗ്രഹം മറ്റേ നമ്മളെ മൊട്ടമരാജില്ലേ, അയാളെ വകയാണ്. ശിവന്റെ വലിയ അതിനുള്ളിൽ കാണുകയും ചെയ്യണം. ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ മണിക്കൂട്ടിന് ഇന്ന് LSSന്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ശ്രീനാട്ടൻ മണിക്കൂട്ടിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ മേതു പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒപ്പരന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതെല്ലാമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.